ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വാടക വരുമാനത്തിൻ്റെ എത്ര ശതമാനം ടാക്സ് നൽകണം എന്നുള്ളതാണ്. അതായത് ഇൻകം ടാക്സിൻ്റെ കാര്യമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. വീഡിയോ അവസാനം വരെ കാണുക. ഒരു എത്ര രൂപ ടാക്സ് നൽകണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. എന്നാൽ കിട്ടുന്ന വാടകയ്ക്ക് മുഴുവനും ടാക്സ് കണക്ക് കൂട്ടുന്നതല്ല. ഒരു എക്സാമ്പിളോട് കൂടി തുടങ്ങാം. അതായത് 1000 രൂപ ടാക്സ് വാടക കിട്ടുന്ന ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി ടാക്സ്, അതായത് മുനിസിപ്പൽ ടാക്സ് അടയ്ക്കേണ്ടത് 150 രൂപ ആണെന്ന് കരുതുക. അപ്പോൾ 150 രൂപ ഈ 1000-ൽ നിന്ന് കുറച്ച് 850 രൂപ ആണ് അദ്ദേഹത്തിൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ. ഈ നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്നും 30% റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടി കുറവ് ചെയ്തു തരുന്നതാണ്. അതിൽ കൂടുതലാണെങ്കിലും ഈ 30% അലവ് ചെയ്യുകയുള്ളൂ. എന്നാൽ അതിൽ കുറവാണെങ്കിലും 30% റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിന് അലവ് ചെയ്ത് നൽകുന്നതാണ് ഇൻകം ടാക്സ്. അതൊരു കൃത്യ സ്ലാബിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ 30%, അതായത് ആദ്യത്തെ പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ എക്സാമ്പിൾ എടുത്തതിൽ 1000-ൽ നിന്ന് 150 രൂപ കുറച്ച് 850 രൂപയിൽ നിന്നും ഈ 1000-ന് 30%, അല്ല 850-ൻ്റെ അല്ല, 1000-ന് 30% 300 രൂപയും കൂടെ കുറച്ച് 550 രൂപയിൽ നിന്നും 550 രൂപ, അതിനാണ് സാധാരണഗതിയിൽ ടാക്സ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഈ കെട്ടിടം പണിയാനായിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശ ആ 550-ൽ നിന്നും ഒരു 100 രൂപ പലിശ ആയിട്ടുണ്ടെങ്കിൽ അതുകൂടെ കുറച്ച് 450 രൂപയ്ക്ക് നിന്നും 450 രൂപയുടെ ആണ് നിങ്ങളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ആ 450 രൂപ ഈ 2 ലക്ഷം രൂപ ആകുന്നുണ്ടെങ്കിൽ, അതായത് 450 രൂപയാണ് നിങ്ങളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നിങ്ങളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ, 2.5 ലക്ഷം രൂപയാണ് ആദ്യത്തെ സ്ലാബ് ആണെങ്കിലാണ് ടാക്സബിൾ ലിമിറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത്. വാടക മുകളിൽ വരുന്ന GST 18% നിങ്ങൾ വാങ്ങി അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ 18% ഈ 1000-ന് മുകളിൽ കൂട്ടുന്നതല്ല, അത് ടാക്സാണ്. വാടക വരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് ഉള്ള 1000 രൂപ മാത്രമേ ഉള്ളൂ. 18% GST വാങ്ങി നിങ്ങൾ GST ഡിപ്പാർട്ട്മെൻറ്റിൽ അടയ്ക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ കൂട്ടിയുള്ളതല്ല നിങ്ങളുടെ വാടക വരുമാനം, 1000 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഏതെങ്കിലും വാടകക്കാരൻ TDS നിങ്ങളുടെ വാടകയിൽ നിന്നും പിടിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അടയ്ക്കുന്നുണ്ടെങ്കിൽ, അതായത് 20,000 രൂപ മാസം വാടകയ്ക്ക് മുകളിൽ ഒരു ടെനൻറ്റ് നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിന് TDS പിടിക്കേണ്ടതാണ്. TDS പിടിച്ച് അത് വാടകക്കാരൻ കുറയ്ക്കുന്നതല്ല, ആ TDS പിടിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അടയ്ക്കുന്നതാണ്. അതിൻ്റെ ചെല്ലാനും കൂടെ കൂട്ടി, ചെല്ലാൻ കിട്ടിയില്ലെങ്കിലും അത് ഇൻകം നിങ്ങളുടെ പാൻ നമ്പർ വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ രൂപ കാണും. അപ്പോൾ ആ രൂപയും കൂടെ കുറവ് ചെയ്ത് ബാക്കിയുള്ള ടാക്സ് അടച്ചാൽ മതി. അതായത് ഈ TDS പിടിക്കുന്നത് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്നുമാണ് കുറവ് ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.